ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ സാവിഞ്ഞോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് സാവിഞ്ഞോയെ സ്വന്തമാക്കാൻ ടോട്ടൻഹാമിന് താല്പര്യമുണ്ട്. അവർ നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നു. 50 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകിയിരുന്നത്. പക്ഷേ സിറ്റി അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാവിഞ്ഞോയെ കൈവിടണമെങ്കിൽ 70 മില്യൺ യൂറോയുടെ ഓഫറെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിക്കേണ്ടതായി വരും എന്നായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അത് പ്രകാരം രണ്ടാമത്തെ ഒരു ഓഫർ കൂടി കഴിഞ്ഞ ദിവസം ടോട്ടൻഹാം നൽകിയിട്ടുണ്ട്. ഇത്തവണ 70 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ആയിരുന്നു ടോട്ടൻഹാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകിയിരുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി അത് സ്വീകരിക്കും എന്നായിരുന്നു. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി ഇത്തവണയും കുലുങ്ങിയിട്ടില്ല. 70 മില്യൺ യൂറോയുടെ ഓഫറും സിറ്റി നിരസിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ്. അതായത് 70 മില്യൺ യൂറോയേക്കാൾ വലിയ ഒരു തുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പോൾ ആവശ്യമായി വരുന്നത്. ചർച്ചകൾ ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം സിറ്റി ആവശ്യപ്പെടുന്ന തുക വളരെ വലുതാണ്. അത് നൽകാൻ ടോട്ടൻഹാം തയ്യാറാകുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷെ മറ്റൊരു ഓഫർ കൂടി ടോട്ടൻഹാം നൽകാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തുക എത്രയാകും എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും സാവിഞ്ഞോക്ക് വേണ്ടി നല്ല ഒരു തുക തന്നെ ലഭിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തെ കൈവിടുക. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എത്തിയിട്ടുണ്ട്. സാവിഞ്ഞോ പോയി കഴിഞ്ഞാലാണ് റോഡ്രിഗോക്ക് വേണ്ടി അവർ പരമാവധി ശ്രമങ്ങൾ നടത്തുക. റോഡ്രിഗോയെ സ്വന്തമാക്കണമെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ ഒരു തുക തന്നെ മുടക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.